അതിന് വാടക കൊടുക്കാനായിരുന്നു. ഓക്കെ ഇവിടെ ഓക്കെ ഈ ഉറങ്ങാണ് ഇവിടെ. ഓക്കെ ഓക്കെ ഞങ്ങൾക്കത് പോണമെന്നൊക്കെ എന്തുറക്കാണത് ഹലാക്കിട്ട് ഉറക്കാം. എണീക്കൂട്. ഇവിടെ എന്തൊരു സാധനമാണത്. ഓക്കെ എണീക്ക്. ഞങ്ങൾക്കൊരു കോള് വന്നിക്കണേ. എന്തോ ഉറക്കാണ്. ഉറങ്ങാനും സമ്മതിക്കില്ല. ഞങ്ങൾക്കൊരു കോള് വന്നിക്കണ്. ഇതിനകത്ത് കയറി ഇതിനകത്ത് കയറാൻ ഞാൻ എന്റെ ഭാര്യയല്ലേ, എനിക്ക് എന്താ ഇതിന്റെ അകത്ത് കയറി കൂടെ? ഓ അതെന്നെ കയറണ്ടെന്ന് പറഞ്ഞേ. ഇതിനകത്തേക്ക് കയറണ്ട പോ. ഹലോ ചേട്ടാ. ഹലോ, ഞാനങ്ങനെ വീട് വാടകയ്ക്ക് തന്ന ആളാണ്. എനിക്ക് വാടക കിട്ടണം. ഇപ്പം 3 മാസമായി വാടക ബാക്കി കിടക്കുക. ഈ വീട് പല ആൾക്കാരും വാടകയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇന്ന് തരാം നാളെ തരാമെന്ന് പറയും. എനിക്കിനി അത് നടക്കില്ല. എനിക്കെൻ്റെ പൈസ വേണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരേണ്ടി വരും. സോറി ചേട്ടാ, അത് ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നു തീർക്കാം. ചേട്ടനെ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കും. ചേട്ടൻ ഇങ്ങനൊന്നും പറയില്ലേ? ചേട്ടൻ കൂട്ടി വരുമോ? നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. ചേട്ടാ, ഓ ചേട്ടൻ്റെ ഒരു കാര്യം, ചേട്ടനൊന്നും കൊണ്ടുപോകാം. നമുക്ക് കുറച്ച് നേരം ഇവിടെ സംസാരിച്ചിരിക്കുക. വടമൊക്കെ ഞാൻ സെറ്റാക്കാം. ചേട്ടാ ആദ്യം ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി ഒന്നും കൊണ്ടൊക്കെ വാ, വീട്ടിലേക്ക് വാ. കത്ത് വാടകയുടെ കാര്യത്തിൽ തീരുമാനമാക്കണം. അതിനെ ഞാൻ വന്നത്. വാടകയുടെ കാര്യം തീരുമാനമാക്കാം. അതൊന്നും ഞാനല്ല, അതൊക്കെ ആളായിട്ട് എന്ത് വേണ്ടാരെങ്കിലും അക്കൂടി. ചേട്ടൻ ശരിക്കും ജോലിയൊന്നുമില്ല. അപ്പം ആള് കണ്ടില്ലേ പണിക്കൊന്നും പോകണ്ടിരിക്കുന്നത്. അതെ ചേട്ടൻ ക്ഷമിക്കും. ചേട്ടൻ്റെ പാടുന്നു. ചേട്ടൻ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
ചേട്ടൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ക്ഷമിക്കും പ്ലീസ്. ഇനി അങ്ങനെ പറയുന്നത് ഞാൻ ക്ഷമിക്കുക. പക്ഷെ നിങ്ങൾക്കൊരു കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഞാൻ കാത്തിരിക്കുക, പൈസ ഞാൻ ഒഴിവാക്കുകയും ചെയ്യാം. കാര്യം ഉണ്ടാവോ? ചേട്ടൻ ഒന്നുകൂടെ ക്ഷമിക്കും. ജോലിയൊക്കെ കുറവാണ്. ചേട്ടൻ്റെ പേശ എന്തായാലും തന്നു. ബാക്കി ഞാൻ വിശ്വസിക്കട്ടെ? വിശ്വസിക്കേട്ടാ. എന്നാ ഞാൻ കുറച്ചുകൂടി കാത്തിക്കാം. ക്ഷമിച്ചിരിക്കും ചേട്ടാ. ചേട്ടാ കുറച്ച് നേരം അന്വേഷിക്കൊന്നുമില്ല. ചേട്ടാ വാഴ വെച്ചിട്ട് ടെൻഷനാണ് കേട്ടോ. ഞാൻ ചേട്ടൻ ചായ എടുക്കാം. ചായ വേണമെന്നില്ല. വേറെന്താ? ചായ അല്ലാണ്ട് ചെറുപ്പത്തിൽ എന്താണെന്ന് വിളിക്കാനെപ്പോഴെന്തിനാ? വരില്ല. ഇല്ലേ, വാടകയൊക്കെ ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. അത് ഞാൻ കുറച്ച് സാവകാശം തരാം. പിന്നെ എങ്ങനെയാ ഇപ്പം മൂപ്പരെങ്ങനെയാകുമ്പോൾ ജീവിതമൊക്കെ എങ്ങനെയാ പോകുന്നത്? ഭയങ്കര പ്രയാസം ചേട്ടാ. ചേട്ടൻ അതിൻ്റെ കൂടെ എപ്പോഴും റെന്റ് ഇങ്ങനെ ചോദിച്ചാലോ? വാടകയൊക്കെ നമുക്ക് എന്തൊക്കെയും ചെയ്യാം. ഞാൻ ഒഴിവാക്കി തരാം. പിന്നെ ഞാനിത് നിങ്ങളെ കണ്ടില്ല കേട്ടോ. എന്നോട് ഭാര്യ വീട്ടിലുണ്ട് എന്നൊക്കെ പറയല്ലോ. ഇവര് തമ്മിൽ കണ്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ കണ്ടു. ചായ വേണ്ട. മധുരം എന്ന് പറഞ്ഞാല് വിക്രതയെ കൊണ്ടുവെക്കാറില്ല. ബേക്കറി വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടാവില്ലേ മധുരമുള്ളത്? അങ്ങനെ പിന്നെ ചേട്ടന് ഞാൻ ഈ ഗൂഗിൾ പേയിൽ ചെയ്യുന്ന കൂടെ ചേട്ടനെ ശരിക്കും കണ്ടിട്ടില്ലേ? ചേട്ടൻ കുറച്ചൊരു ചുമയാണല്ലോ. വാടകയെ ജിപേ അല്ലേ ചെയ്യില്ലേ? അതുകൊണ്ട് നേരിട്ട് കാണില്ലല്ലോ. ആളെ സുന്ദരനാ കേട്ടോ. വരുന്നുണ്ട്. ചേട്ടാ